Hello friends, this is Milan and welcome back to my channel. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു ആപ്പിളിൻ്റെ ഈ വർഷത്തെ ഏറ്റവും ആദ്യത്തെ ഇവൻറ്റ്. അതിൽ ആപ്പിൾ കുറേയധികം കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു. അതിൽ ആദ്യം രണ്ട് കാര്യങ്ങൾ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത നിലവിൽ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്പിളിൻ്റെ സർവീസസ് ചെറിയൊരു സ്ലൈറ്റ് അപ്ഗ്രേഡ് കൊണ്ടുവന്നു. അതായത് ആപ്പിൾ കാർഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ 2 വർഷം മുന്നേ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സർവീസാണ്. അത് ഭാഗ്യം വെച്ചാൽ നമ്മുടെ രാജ്യത്തില്ല. അതുകൊണ്ട് ആപ്പിൾ കാർഡ് ഫാമിലി എന്ന് പറയുന്നൊരു പുതിയ ഫീച്ചറാണ് കൊണ്ടുവന്നത്. അതിൽ ഫാമിലി ഷെയറിങ്ങിൽ ആഡ് ചെയ്തേക്കുന്ന എല്ലാ യൂസേഴ്സിനും ഈ ഒരു ആപ്പിൾ കാർഡ് ബെനിഫിറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ പോഡ്കാസ്റ്റ് സർവീസസ് അത് ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നീട് നമ്മൾ കണ്ടത് ആപ്പിളിൻ്റെ പുതിയ പ്രോഡക്റ്റ്സുകളാണ്. നമ്മൾ ഇതിനെപ്പറ്റി 2-3 ദിവസം മുന്നേ നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇവൻറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒരു 90% പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ട്. എക്സെപ്റ്റ് ഒരൊറ്റ പ്രോഡക്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ റൂമേഴ്സിലും ലീക്സിലും കണ്ടത് നമ്മളുടെ എയർപോഡ്സ് 3rd ജനറേഷൻ അത് ആപ്പിൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റേ കണ്ടില്ല. പക്ഷേ എങ്കിലും ആപ്പിൾ കൊണ്ടുവന്ന പ്രൊഡക്റ്റ്സ് എല്ലാം അടിപൊളിയാണ്. ഏറ്റവും ആദ്യം നമുക്ക് AirTag എന്ന് പറയാം. കാരണം അതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. വളരെ ചെറിയൊരു പ്രൊഡക്റ്റാണ്. അതോടൊപ്പം തന്നെ ആപ്പിൾ ലൈനപ്പിൽ അല്ലെങ്കിൽ ആപ്പിൾ പ്രൊഡക്റ്റ് ലൈനപ്പിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ ഒരു പ്രൊഡക്റ്റാണെന്ന് വേണം, നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ആദ്യം തന്നെ എന്താണ് AirTags? നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള എന്ത് പ്രൊഡക്റ്റിലും നമുക്ക് ഇതൊരു കീ ചെയിൻ പോലെ അറ്റാച്ച് ചെയ്തിടാം. അതുപോലത്തെ അറ്റാച്ച് ചെയ്ത് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ആ കാര്യത്തിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ട്രാക്കിംഗ് ഡിവൈസാണ് AirTag എന്ന് പറയുന്നത്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഈ ഒരു AirTagsന് കൊടുത്ത് ആപ്പിൾ ഇതിൻ്റെ ലെതർ കേസും അതോടൊപ്പം തന്നെ സിൽക്കൻ കേസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ AirTagsൻ്റെ ഏകദേശം വലുപ്പം എന്ന് പറയുന്നത് നമ്മളുടെ കുപ്പിയുടെ അടപ്പിനേക്കാളും സ്ലൈറ്റ്ലി ലാർജർ ആയിരിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും 11 ഗ്രാമേ ഉള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് ബിൽറ്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഉണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കാര്യം ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് കേൾക്കണം. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ആപ്പിൾ പ്രിസൈസ് ഫൈൻഡിങ് എന്ന് പറയുന്നൊരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഫീച്ചർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് AirTagsനകത്ത് ബിൽറ്റ് ആയിട്ടുള്ള U1 ചിപ്പ് ഉണ്ട്. നിങ്ങൾക്കറിയാം U1 ചിപ്പ് എന്നാന്നുള്ള അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പാണ്. പക്ഷേ ഈ ഒരു ചിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് എല്ലാ ഫോൺസിലും വർക്കാകത്തില്ല. iPhone 11 മുതൽ iPhone 12 Pro Max വരെയുള്ള ഡിവൈസിലേ വർക്കാകത്തുള്ളൂ. ഇതെന്ന് വെച്ചാൽ നമുക്ക് 10x10 നാവിഗേഷൻ കിട്ടും. അതായത് നമ്മൾ ഈ ലോസ്റ്റ് ഐറ്റം എവിടെയാണ് ട്രാക്ക് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ, ആ ഒരു പിൻ പോയിന്റ് ലൊക്കേഷൻ നമുക്ക് നമ്മുടെ ഡിവൈസിൽ കാണിക്കും ഈ ഒരു പ്രിസൈസ് ഫൈൻഡിങ് എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ച്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ നമ്മളുടെ അടുത്തൊന്നുമില്ല, നമ്മൾ വേറെ എവിടെയോ മിസ്പ്ലേസ് ചെയ്താൽ നമ്മൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഈ ഒരു ഡിവൈസ് എപ്പോഴും സെക്യൂർ ആയിട്ടുള്ള ബ്ലൂടൂത്ത് സിഗ്നൽസിനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും, വീഡിയോയിലേക്ക് എപ്പോഴും സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്തുകൂടെ ഏതെങ്കിലും ഒരു ഐപാഡോ ഐഫോണോ മാക്കോ അടുത്തുകൂടെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഡിവൈസുകൾ ഈ സിഗ്നൽസിനെ പിടിച്ചെടുക്കും. ഈ പിടിച്ചെടുക്കുന്ന സിഗ്നൽസ് ഈ ഡിവൈസുകൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഐക്ലൗഡിലേക്ക് സെൻഡ് ചെയ്യും അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യും. ഇങ്ങനെ ഐക്ലൗഡിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ നമുക്ക് നമ്മളുടെ ഡിവൈസിൽ അവൈലബിൾ ആകും. പക്ഷേ നിങ്ങളിവിടെ ഡേറ്റ പ്രൈവസിയുടെ കാര്യം ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഡിവൈസുകൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന സിഗ്നലും അതോടൊപ്പം തന്നെ ഈ ഡിവൈസുകൾ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റയും, അതായത് ഐക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റയും കംപ്ലീറ്റ് സെക്യൂർ ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ബാറ്ററി ലൈഫ് കുഴപ്പമുണ്ടാകുമെന്നുള്ളത്. കാരണം ഇത് 1 വർഷത്തോളം, ഇത് കോയിൻസൈസ്ഡ് സെൽസ് ആണ് അല്ലെങ്കിൽ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഇത് 1 വർഷത്തോളം നമുക്ക് ലാസ്റ്റിംഗ് ആണ് നമ്മളുടെ ഡിവൈസിൽ. അതേപോലെ തന്നെ ഇതിനകത്ത് ലോസ്റ്റ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ആ മോഡ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ഈ പ്രോസസ്സുകൾ എളുപ്പം ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് വാട്ടർ പ്രൂഫും IP67 സ്പ്ലാഷ് ആൻഡ് സ്പിൽ പ്രൂഫുമാണ്. ഏറ്റവും അവസാനം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇത് 2 ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിരുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ യൂണിറ്റ് ആയിട്ട് മേടിക്കാം, അല്ലെങ്കിൽ ഒരൊറ്റ AirTag ആയിട്ട് മേടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 എണ്ണത്തിൻ്റെ ഒരൊറ്റ സിംഗിൾ പാക്കായിട്ട് മേടിക്കാം. ഒരൊറ്റ സിംഗിൾ യൂണിറ്റിന് 3190 മൾട്ടി പാക്കിന്, അതായത് 4 എണ്ണത്തിൻ്റെ ഒരൊറ്റ സിംഗിൾ പാക്കിന് അതിന് ഏകദേശം 11K 11,000 രൂപ വരും. പിന്നീട് നമ്മളുടെ ഇവൻറ്റിലെ രണ്ടാമത്തെ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ iMacലേക്ക് പോകുകയാണെങ്കിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് iMac. അതിൻ്റെ ഡിസൈൻ ഇത്രയും വർഷത്തെ, കഴിഞ്ഞ ഒരു 10-11 വർഷത്തെ ഓവറോൾ ഡിസൈൻ തന്നെ, ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെ ആപ്പിൾ മാറ്റി. ഇത് പറയും ഒറ്റ നോട്ടത്തിൽ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ഇമേജിൽ കാണുന്ന പോലെ ഒരു ഐപാഡ് എടുത്തൊരു സ്റ്റാൻഡിൽ വെച്ചേക്കുന്ന പോലെ അത്രേ തോന്നത്തുള്ളൂ. ഇതൊരു 24 ഇഞ്ച് മോണിറ്ററാണ്. പുതിയ iMac നമുക്ക് 7 കളേഴ്സിൽ അവൈലബിൾ ആണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ലുക്ക്, ബാക്കിൽ ഇതിൻ്റെ ഒരു ഡാർക്കൺ കളറാണെങ്കിൽ ഫ്രണ്ടിൽ അതിൻ്റെ ഒരു ലൈറ്റ് കളർ തന്നെയായിരിക്കും. പക്ഷേ അതിൻ്റെ ബെസൽസിന് പോയേക്കുന്ന വൈറ്റ് ബോർഡേഴ്സാണ്. ഇതിൽ എനിക്ക് അതൊരു അക്സെപ്റ്റബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കൊരു ചെറിയ ഡിസ്ട്രാക്ഷൻ പോലെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 4.5K റെറ്റിന ഡിസ്പ്ലേ ആണ്. 218 ppi പിക്സൽ പെർ ഇഞ്ച് ആണ്. ഇത് 500 nit ബ്രൈറ്റ്നസ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ നോർമലി കാണാറുള്ള P3 കളർ വൈറ്റ് കളറും 2 ടോണും എനേബിൾഡ് ആണ്. M1 നമുക്ക് 2 ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്, 8, 7, 16. പിന്നെ ഉള്ളത് 8, 8, 16 ആണ്. 8 കോർ CPU-യും GPU-യും പിന്നെ 16 കോർ ന്യൂറൽ എഞ്ചിനും. ഇങ്ങനെ 2 ഓപ്ഷൻസിലാണ് അവൈലബിൾ. അതായത് നമ്മുടെ മാക്ബുക്ക് എയറിൽ അവൈലബിൾ ആയിരിക്കുന്ന പോലെ
ഇതിൽ 16GB 8GB റാം വേരിയൻസും അവൈലബിൾ ആണ്. അപ് ടു 2TB സ്റ്റോറേജ് കപ്പാസിറ്റിയും ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ആപ്പിൾ പുതിയൊരു ഐസൈറ്റ് ക്യാമറയാണ് കൊടുത്തേക്കുന്നത്. M1ൻ്റെ ആ ഒരു ISP ഉള്ളതുകൊണ്ട് തന്നെ, ഇമേജ് സിഗ്നൽ പ്രോസസ്സിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വിഷ്വൽസ് നമുക്ക് ലഭിക്കുമെന്നാണ് ആപ്പിൾ ഇതിൽ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പം 4 പുതിയ പോർട്സ് ആണ് കൊടുത്തേക്കുന്നത്. അതിൽ 2 USB 3യും 2 USB 4ഉം ആണ്. 4ൽ 3യിലും ഡിഫറൻസ് സ്പീഡാണ്. USB 4ൽ നമുക്ക് 40 Gbps സ്പീഡുണ്ട്. USB 3യിൽ നമുക്ക് 10 Gbps സ്പീഡേ ഉള്ളൂ. അതിൽ ഒരു പോർട്ടിൽ നമുക്ക് ഡിസ്പ്ലേ പോർട്ടായിട്ട് യൂസ് ചെയ്യാം. അതിൽ നമുക്ക് അപ് ടു 6K ഉള്ള ഒരു മോണിറ്റർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു മോണിറ്ററെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഇതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എത്തർനെറ്റ് എന്ന് പറയുന്ന സാധനം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, എതർനെറ്റ് പോർട്ട്. പക്ഷേ ഈ പ്രാവശ്യം ആപ്പിൾ അത് പരിഹരിച്ചു. എങ്ങനെയാണെന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ പവർ അഡാപ്റ്ററിൽ തന്നെ ആപ്പിൾ എതർനെറ്റിൻ്റെ ഒരു പോർട്ടിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇനി ഇൻറ്റേർണൽ ഡിസൈനിലേക്ക് വരുമ്പം അതിനകത്ത് എടുത്തു പറയേണ്ടത് ഞാൻ പറഞ്ഞിരുന്നു M1 ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര സ്ലീക്കായിട്ടുള്ള സ്ലിം ആയിട്ടുള്ള ഒരു മദർ ബോർഡാണ്, അല്ലെങ്കിൽ ലോജിക് ബോർഡാണ്. അതിൻ്റെ ബോട്ടം ഏരിയയിൽ മാത്രമാണ് ലോജിക് ബോർഡ് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ സൈഡ്സിൽ 2 സൈഡിലും നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. ഇതൊരു പുതിയ സ്പീക്കറാണ്, കാരണം ഇതിൽ സ്പേഷ്യൽ ഓഡിയോ, നമ്മൾ എയർപോർട്സ് പ്രോയിൽ നമുക്ക് വരുന്ന സെയിം സ്പേഷ്യൽ ഓഡിയോ ടെക്നോളജി ആപ്പിൾ ഇതിൽ എംബഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ പുതിയ iMacനെ പറ്റിയുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് 30-ാം തീയതി, ഈ മാസം 30-ാം തീയതി നമുക്ക് പ്രീ ഓർഡറിങ് സ്റ്റാർട്ട് ചെയ്യും. ഇത് അടുത്ത മാസം മെയ് പകുതിയോടെ നമുക്ക് ഇത് അവൈലബിൾ ആകത്തുള്ളൂ. അപ്പം മെയ് പകുതിയോടെ ഉള്ളൂ നമുക്ക് ഇത് ഷിപ്പ് ചെയ്യത്തുള്ളൂ, അപ്പോൾ ഓർഡർ ചെയ്യുന്നവർക്ക്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,20,000 രൂപ, 19,000 രൂപയാണ്. 1,20,000 രൂപയിലാണ് സ്റ്റാർട്ടിങ്. ഇതിൻ്റെ ഏറ്റവും ഹയർ എൻഡ് മോഡലിന്, അല്ലെങ്കിൽ ടോപ്പ് എൻഡ് മോഡലിന് 1,60,000 രൂപയാണ്. ഈ ഒരു iMacൻ്റെ കൂട്ടത്തിൽ കുറച്ച് പ്രത്യേകതകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ നമുക്ക് പുതിയ ട്രാക്ക് പാഡ്, മാജിക് കീബോർഡും മാജിക് മൗസും നമുക്ക് അവൈലബിൾ ആണ്. അതായത് കളേഴ്സ്, നമുക്ക് ഈ ഡിവൈസുകളുടെ കളേഴ്സ് അനുസരിച്ച് നമുക്ക് ഈ ഡിവൈസ്, ഈ പറഞ്ഞ ആക്സസറീസ് എല്ലാത്തിൻ്റെയും കളേഴ്സ് നമുക്ക് ഡിഫർ ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മളുടെ പുതിയ മാജിക് കീബോർഡിൽ ആപ്പിൾ ടച്ച് ID എംബഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബേസ് മോഡലിൽ നമുക്ക് ഈ ടച്ച് ID ഉള്ള കീബോർഡും എത്തർനെറ്റ് പോർട്ടും നമുക്ക് അവൈലബിൾ അല്ല. ഇതിൻ്റെ സെക്കൻഡും തേർഡ് വേരിയൻസിലും മാത്രമേ ഉള്ളൂ ഈ 2 കാര്യങ്ങളും അവൈലബിൾ ഉള്ളൂ. പിന്നീട് ഈ ഒരു ഇവൻറ്റിൽ വലിയൊരു അൺഎക്സ്പെക്റ്റഡ് എന്ന രീതിയിൽ പറയാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ iPad. കാരണം iPadനെ പറ്റി നമ്മൾ ഇത്രയും ദിവസങ്ങൾ ഈ വീഡിയോസിലല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വീഡിയോസിലാണെങ്കിൽ പോലും നമ്മൾ ചെയ്തത്, അല്ലെ നമ്മൾ വിചാരിച്ചത് ആപ്പിൾ A14 ചിപ്പ് ഇതിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. പക്ഷേ അതുക്കും മേലെ, അതായത് ആ ലെവൽ മാറി. iPad ഡിപ്സ് വരെയുള്ള ലെവലേ മാറി. കാരണം iPad എയറിൽ A14 ആപ്പിൾ കൊണ്ടുവന്നു. പക്ഷേ iPad പ്രോയിൽ ഇതുവരെയും ആപ്പിൾ A12Z എന്ന് പറയുന്ന ആ ചിപ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടുന്ന് വലിയൊരു ജമ്പ്, ഡെസ്ക്ടോപ്പ് ഗ്ലാസ്, മൊബൈൽ പ്രോസസ്സറിൽ നിന്ന് മാറി നേരെ ഒരു ഡെസ്ക്ടോപ്പ് ഗ്ലാസ് ആർക്കിടെക്ചർ പ്രോസസ്സറിലേക്കാണ് ആപ്പിൾ ഇപ്പോൾ വന്നിരിക്കുന്നത്, M1 ചിപ്പ്. അപ്പം നിങ്ങൾ ഓർക്കണം എത്രത്തോളം കേപ്പബിൾ ആണ് ഈ പുതിയ iPad Pro എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ iPad Pro നമുക്ക് 11 ഇഞ്ചിലും അതോടൊപ്പം തന്നെ 12.9 ഇഞ്ചും അവൈലബിൾ ആണ്. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തെ iPad Proയുടെ ഏറ്റവും ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ ഡിസ്പ്ലേ, അതായത് മിനി LED ടെക്നോളജി ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ M1. അത് ഈ ഒരു മിനി LED പറ്റി പറയുകയാണെങ്കിൽ ആദ്യം മിനി LED എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് മിനി LED എന്ന് പറയുന്നത് OLED പോലെയല്ല. നമ്മളുടെ പ്രീവിയസ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന LCD, പരമ്പരാഗതമായിട്ട് കണ്ടുവരുന്ന നമ്മുടെ LCD ടെക്നോളജി തന്നെയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. പക്ഷേ ഇതിന് ഫ്രണ്ട് എൻഡിൽ എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതായത് LCD പാനൽസിൽ വരുന്നത് സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലോക്കലി ഡിമ്മബിൾ ബാക്ക് ലൈറ്റ്സ് ആണ് വരുന്നത്. പക്ഷേ മിനി LED വരുമ്പം അത് 1 2 അല്ല, thousands ഓഫ് ലോക്കലി ഡിമ്മബിൾ ബാക്ക് ലൈറ്റ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല കാര്യങ്ങളിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഡീപ്പർ ബ്ലാക്ക്സ്, നിങ്ങൾക്കറിയാം LCD പാനൽസ്, അതായത് iPhone 11, iPhone XR ഇതെല്ലാം LCD പാനൽസാണ്. iPhone 7ഉം 8ഉം ഒക്കെ LCD പാനൽസാണ്. ഈ പാനൽസിലെല്ലാം കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ബ്ലാക്ക് കളറാണ് അതിൽ കാണേണ്ടതെങ്കിൽ നിങ്ങൾക്കറിയാം, ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ കാണാം, ഒരു ഷെയ്ഡ് കുറഞ്ഞ ഒരു ഗ്രേ കളറ് അങ്ങനെ കാണത്തുള്ളൂ. പ്യൂർ ബ്ലാക്ക് എന്ന് പറഞ്ഞ സാധനം കാണത്തില്ല. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് ലോക്കലി ഡിമ്മബിൾ ആയിട്ടുള്ള ബാക്ക് ലൈറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡീപ്പർ ബ്ലാക്സും ഹയർ കോൺട്രാസ്റ്റ് റേഷ്യോയും അതോടൊപ്പം തന്നെ നമുക്ക് ബ്രൈറ്റൺ ആയിട്ടുള്ള ഒരു പാനലും ലഭിക്കും. അതുകൊണ്ട് തന്നെ മിനി LED ഉള്ള 12.9 ഇഞ്ച് iPadനുള്ള ഗുണമെന്ന് വെച്ചാൽ അതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1600 ആണ്. അതായത് 1600 ആണ് പീക്ക് ബ്രൈറ്റ്നസ് എന്ന്. അതിൻ്റെ നോർമൽ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1000 ആണ്.
അതുകൊണ്ട് തന്നെ ഈ ഒരു മിനി LED ഉപയോഗിക്കുന്ന ഡിവൈസുകൾക്ക് അത്രയധികം പവറും കൺസ്യൂം ആകത്തില്ല, അതോടൊപ്പം തന്നെ നല്ല ഔട്ട്പുട്ടും നമുക്ക് കിട്ടും. അപ്പോൾ iPad Proയിൽ വന്നിരിക്കുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മളുടെ ലിക്വിഡ് റെറ്റിന XDR ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പാനൽ എന്ന് പറയുന്നത് LCD ആണ്. അത് 11 ഇഞ്ചിൽ ഇപ്പം നോർമലായിട്ടുള്ള LCD പാനൽസിലും 12.9 ഇഞ്ചിൽ നമുക്ക് ഈ പറഞ്ഞ മിനി LED പാനൽസും ആണുള്ളത്. പിന്നീട് ഇതിൻ്റെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് കാര്യമായിട്ടുള്ള നമ്മുടെ M1ലേക്ക് വരുമ്പോൾ, ഇതിൻ്റെ പ്രോസസ്സറിലേക്ക് വരുമ്പം ആപ്പിളിൻ്റെ സെയിം ഡെസ്ക്ടോപ്പ് പ്രോസസ്സറാണ് ഇപ്പം iPadsലും iMacലും കണ്ടുവരുന്ന സെയിം പ്രോസസ്സറാണ്, ഒരു വ്യത്യാസമില്ല. ഇതിൽ കൊടുത്തേക്കുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൽ 8860 ആണ്, 8 കോർ GPUയും CPUയും 16 കോർ ന്യൂറൽ എഞ്ചിനും. പിന്നീട് ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയുവാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ 2 ക്യാമറാസാണ് വരുന്നത്, ഒന്ന് വൈഡും മറ്റൊരു അൾട്രാ വൈഡും. അതിൽ വൈഡ് ക്യാമറ എന്ന് പറയുന്നത് 12 മെഗാ പിക്സലും അൾട്രാ വൈഡ് എന്ന് പറയുന്നത് 10 മെഗാ പിക്സൽ പുതിയ ക്യാമറയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ പുതിയ 12 മെഗാ പിക്സൽ ട്രൂ ഡെപ്ത് ക്യാമറയാണ് വരുന്നത്. അതിൽ പുതിയ അൾട്രാ വൈഡ് ലെൻസ് ആണ് ആപ്പിൾ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇച്ചിരി സ്ലൈറ്റ്ലി ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതിൽ മറ്റുള്ള ഡിവൈസിലുള്ള പോലെ Wi-Fi 6ഉം Bluetooth 5ഉം എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ സെല്ലുലാർ വേർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് പുതിയ 5G സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നാനോ സിമ്മിലും ഇ സിമ്മിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 77K ആണ്, അപ് ടു 99, അതായത് 1 ലക്ഷം രൂപ അടുത്ത് വരും. പ്ലസ് ഇതിൻ്റെ സെല്ലുലാർ വേർഷൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈ 1 ലക്ഷത്തിന് മേളിലേക്ക് പോകത്തേ ഉള്ളൂ. പിന്നീട് ഈ ഒരു ഇവൻറ്റിൽ വന്ന ഏറ്റവും അവസാനത്തെ ഡിവൈസാണ് നമ്മളുടെ ആപ്പിൾ TV 4K. ആപ്പിൾ TV 4Kയുടെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഡിസൈനിലോ കാര്യത്തിലൊന്നും ചേഞ്ചസ് ഒന്നും കൊണ്ടുവന്നില്ല. ഈ നിലവിലുള്ള ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇതിന് ഇൻറ്റേർണൽ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ പുതിയ ഇൻറ്റേർണൽസ് നമ്മുടെ iPhone XSലുള്ള സെയിം A12 ബയോണിക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് 32ഉം 64GB വേർഷൻസിലും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇതിൽ കൊണ്ടുവന്നൊരു പുതിയൊരു മാറ്റം എന്ന് പറയുന്നത് ആപ്പിൾ TV യൂസേഴ്സിൻ്റെ ഒരു പരാതിയായിരുന്നു ഇതിൻ്റെ റിമോട്ട്, ആപ്പിൾ TV റിമോട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ പുതിയൊരു റിമോട്ടാണ് ആപ്പിൾ കൊണ്ടുവന്നത്. അത് 2015 മുതലുള്ള എല്ലാ ആപ്പിൾ TVയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെയിം റിമോട്ടാണ് ഇതിൽ കൊണ്ടുവന്നേക്കുന്നത്. അതൊരു പുതിയ ഡിസൈനാണ്, ഓൾ അലൂമിനിയം ഫ്രെയിമാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ സൈഡിൽ നമുക്ക് സിറി ഇൻവോക്ക് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെ ബട്ടൺ എന്ന് പറഞ്ഞാൽ അത് ടച്ച് എനേബിൾഡ് ആയിട്ടുള്ള ക്ലിക്ക് പാഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വൈപ്പ് ജസ്റ്റേഴ്സും അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യാനും എല്ലാം സാധിക്കും. അതൊരു പുതിയ ടെക്നോളജിയാണ് അപ്പോൾ അത് ഇംബഡ് ചെയ്തേക്കുന്നത്. പിന്നീട് ആപ്പിൾ TVയുടെ ബാക്കിലേക്ക് വരണമെങ്കിൽ അതിൽ പവറും എത്തർനെറ്റിനെയും HDMIയുടെയും ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ഇതിൽ Bluetooth 5ഉം Wi-Fi 6ഉം അതോടൊപ്പം തന്നെ ഡ്യുവൽ ബാൻഡ് സപ്പോർട്ടും അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആപ്പിൾ TV 4Kനെ പറ്റിയുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഇതൊരു വളരെ നല്ല ഇവൻ്റ് ആയിരുന്നു. നമുക്കത് വിഷ്വലി പ്ലീസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഇവൻ്റ് ആയിരുന്നു. ആപ്പിളിൻ്റെ ഇവൻറ്റ്സ് എല്ലാം തന്നെ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലേക്കാളും ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പം ഈ വർഷവും. കഴിഞ്ഞ വർഷവും അടിപൊളിയായിരുന്നു, ഈ വർഷവും അതുക്കും മേലെ ലെവലിലേക്കാണ് പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ആപ്പിൾ പാർക്ക് മൊത്തം ഏറെക്കുറെ നമ്മൾ ഏരിയാസ് എല്ലാം കണ്ടു. അതോടൊപ്പം തന്നെ എൻ്റർടൈൻ ചെയ്യുന്ന കുറേ സീക്വൻസും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയ വീഡിയോസ് ആ ഒരു ഇവൻറ്റ് കാണുക. അതോടൊപ്പം തന്നെ ആ സമയത്ത് നമ്മൾ ലൈവ് സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. അതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അതിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂടത്തിൽ ആ ലൈവ് സ്ട്രീമിൻ്റെ സമയത്ത് മൊത്തം ഇരുന്ന് ഓരോ കാര്യങ്ങളും സംസാരിച്ച എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.